കർഷകനെയും ഒരു കാർഷിക കൂട്ടായ്മയെയുമാണ് നമ്മൾ നാട്ടുപച്ചയിൽ കാണാൻ പോകുന്നത്. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടുന്ന ഒരു ജേതാവിനെയും കാർഷിക വിജയങ്ങളുടെ പുഞ്ചിരി പങ്കിട്ടെടുക്കുന്ന ഒരു നാടിനെയും. നാട്ടുപച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല ശാരീരിക ശേഷിയുള്ളവർക്ക് മാത്രമേ കൃഷിപ്പണികൾ ചെയ്യാനാകൂ എന്ന് ധരിക്കുന്നവരുണ്ട്. ശാരീരികമായി പരിമിതിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല കാർഷിക മേഖല എന്ന് ചിന്തിക്കുന്നവർ കണ്ണൂർ ഇരിട്ടിയിലെ ഷാജി മാത്യുവിനെ ഒന്ന് പരിചയപ്പെടണം. പരിമിതികളെ ശക്തിയാക്കി മാറ്റുന്ന മാതൃകാ കർഷകനാണ് ഷാജി. ഷാജി മാത്യു ഒരു ജേതാവാണ്. കാർഷിക രംഗത്തെ വെല്ലുവിളികളെ മാത്രമല്ല, വിധിയുടെ വെല്ലുവിളികളെയും പൊരുതി തോൽപ്പിച്ച ജേതാവ്. ഷാജിയുടെ ശരീരം കണ്ട് സഹതാപം തോന്നുന്നവരുണ്ടെങ്കിൽ ഈ വാർത്താചിത്രം കണ്ടു കഴിയുമ്പോൾ അത് മാറും. സഹതാപം അസൂയയായി മാറും. അതുപോലൊരു കാർഷിക വിജയത്തിന്റെ ഉടമയാണ് ഷാജി. 6 വയസ്സ് എനിക്ക് പോളിയോ ബാധിച്ചത്. 6 വയസ്സിലായാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കിടന്ന കിടപ്പ് കംപ്ലീറ്റ് ആയിപ്പോയി. പിന്നെ അന്ന് ഒട്ടപ്പാറ സ്ഥലത്ത് പറഞ്ഞാൽ നമുക്ക് വന്ന് വാഹന സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് ഒരു പുഴ കടന്ന് വേണം, ചെറിയ പുഴ കടന്ന് വേണം വന്ന് പഠിക്കാൻ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് അച്ഛനോട് പഠിച്ച് പിന്നെ അവരോടത്ത് കൃഷിയിലേക്ക് ഇറങ്ങി. അങ്ങനെ കൃഷി എന്തായാലും ദൈവം സഹായിച്ച് കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റി. ഔപചാരിക വിദ്യാഭ്യാസത്തെക്കാൾ വലുതാണ് അനുഭവം കൊണ്ടുവരുന്ന അറിവുകളെന്ന് ഷാജി മനസ്സിലാക്കി. തൊടുപുഴയിൽ നിന്ന് 1966 കണ്ണൂരിലേക്ക് കുടിയേറിയ കുടുംബമാണ് ഷാജിയുടേത്. പിതാവാണ് കാർഷിക രംഗത്തെ ഗുരു. 4 മക്കളിൽ ഷാജിയാണ് മുഴുവൻ സമയ കർഷകനായി മാറിയത്. ചെറുപ്പത്തിൽ തന്നെ പച്ചപ്പ് അദ്ദേഹത്തെ മാടി വിളിച്ചു. ആദ്യം ഞാൻ ഈച്ച കൃഷി തുടങ്ങി, തേനീച്ച കൃഷി തുടങ്ങി. അന്ന് മരത്തിന് പഞ്ഞില്ല, മരം ഇഷ്ടംപോലെ വെട്ടിയെടുക്കാറുണ്ട്. ഈച്ചയൊക്കെ ഒന്നൊരു ഇഷ്ടം പോലെ ഈച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പൊത്തിനൊക്കെ ഇപ്പോൾ പിടിക്കും. അപ്പം സ്വന്തം ഈച്ചപ്പടിയൊക്കെ തല്ലിക്കൊട്ടി അങ്ങനെ ഈച്ച കൃഷി ചെയ്ത് നല്ല ലാഭമാണെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു മാസം കൊണ്ട് നല്ല വരുമാനം കിട്ടും, ഒരു വർഷം കൊണ്ട് നല്ല വരുമാനം ഉണ്ടായിരുന്നു. അന്നൊന്നും കുടിയേറ്റം വേണ്ട, അങ്ങനെ വലിയ ആദായം കാര്യങ്ങളും കൃഷിയൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ ഇത് നല്ല വരുമാനമാക്കി 100 വെട്ടി ഈച്ചകളൊക്കെ ആക്കി നല്ല ഒരു കൃഷി ചെയ്തങ്ങ് പോയി. അത് മൊത്തം അസുഖം പിടിച്ച് അങ്ങനെ മൊത്തം തായ്സാബ് ഒരു അസുഖം തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മൊത്തം ചത്തുപറിക്കി അങ്ങനെ പോയി. അപ്പോൾ അതിനോട് ചെറുതാൻ പെട്ടിയുടെ കൃഷിയാണ്, ചെറുതായ്മ ഉണ്ട്, അത് ചെയ്തു. പിന്നെയാണ് നഴ്സറി രംഗത്തേക്ക് കാലുവയ്ക്കുന്നത്. തൊടുപുഴയിൽ നിന്ന് കുടുംബവേരുകൾ കണ്ണൂരിലേക്ക് പറിച്ചു നട്ടതിനൊപ്പം പിതാവ് അവിടുത്തെ സസ്യസമ്പത്തും വേരോടെ കൊണ്ടുവന്നിരുന്നു. വിവിധ ഇനം ചെടികളെ നട്ട് പരിപാലിച്ച് തൈകളുണ്ടാക്കി വിറ്റു തുടങ്ങി. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഷാജിയുടെ മാതാ നഴ്സറി ഹിറ്റായി തുടങ്ങി. അന്ന് ചകിരി ചല്ലി വെച്ചാണ് കവർ, ഇന്നത്തെ ഇതുപോലെ പാക്കറ്റുകളൊന്നുമല്ല, തല്ലി അടിച്ച് ചതച്ച് ചാക്കൂരോണ്ട് കെട്ടിയിട്ടാണ് പാളയ്ക്കകത്ത് വെച്ചിട്ട് കൊണ്ടുവന്നത്. അത് ഞാനൊക്കെ ഇപ്പോൾ ഇതിലിറങ്ങി ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഹോബിയായിരുന്നത്. അപ്പോൾ കറസ്പോണ്ടൻസ് കൊണ്ട് ഞാനിത് പഠിച്ച് ക്രാഫ്റ്റ് ചെയ്ത് അന്ന് ചകിരിക്കകത്താണ് തല്ലി ചതച്ച് മാവുന്തി പറിച്ച് വെച്ച് പൊട്ടിച്ചാണ് ഈ പണി പഠിച്ചത്. പിന്നെ കഴിയുമ്പോൾ ഒരു 25 വർഷമായിട്ട് ഞാൻ എൻ്റെ നഴ്സറി ഇപ്പോൾ ഗവൺമെൻറ് അപ്രൂവൽ നഴ്സറിയും കൂടെ ഷോപ്പിൻ്റെ അംഗീകാരത്തിലുള്ള നഴ്സറി ചെയ്തപ്പോൾ. എല്ലാ ഇനം ചെടികളും ഷാജിയുടെ കയ്യിലുണ്ട്. മാവിൻ്റെ തന്നെ 40-ലധികം ഇനങ്ങൾ. കായ്ഫലമേറെയുള്ള ജാതിയും കശുവണ്ടിയും. തൈ വാങ്ങുന്നവരുടെ സംതൃപ്തിയായിരുന്നു ഈ നഴ്സറിയുടെ പരസ്യം. വരുമാനമുണ്ടാക്കൽ മാത്രമല്ലായിരുന്നു ഈ നഴ്സറി വഴി ഇതിൻ്റെ ഉടമ ലക്ഷ്യം വെച്ചത്. ഇപ്പം ഞാൻ വിചാരിക്കുക, നമ്മൾ ജാസ്തി ഒരു തൈ നമുക്ക് ഉണ്ടാക്കി തന്നെങ്കിൽ നമുക്ക് 100 പേർക്ക് 100 തൈയായിട്ട് കൊടുക്കുമ്പം 100 പേരെ വീട്ടിൽ ചെല്ലുമ്പോൾ 100 പേര് നമ്മളെപ്പറ്റി ഓർക്കും. അത് നമ്മൾ ചെയ്യുന്ന ഒരു നമ്മളെ കൊണ്ട് നമ്മുടെ ആയുസ് വരുന്ന വലിയ പുണ്യപ്രവൃത്തി. അത് നമുക്ക് ജീവിതമാർഗ്ഗമാവും, അവർക്കൊരു സന്തോഷമാവും. ആധുനിക രീതികളും ശൈലികളും നഴ്സറി രംഗത്ത് വന്നപ്പോൾ അതെല്ലാം ഷാജി 2 കൈയും നീട്ടി സ്വീകരിച്ചു. സ്വന്തമായി പലതും പഠിച്ചെടുത്തു. പരീക്ഷണങ്ങൾക്ക് ധൈര്യം കാട്ടി. 2 ഏക്കർ സ്ഥലത്തായി നഴ്സറി വ്യവസായം തളർത്തു വളർന്നു. കശുവണ്ടി ഞങ്ങളെടുത്ത് ഞങ്ങൾ ഒരു 5 ടൺ ഞങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇത് കൂടെ പ്രിയങ്ക, കനക, ധന, അതുപോലെ നല്ല നാടൻ ഇനങ്ങൾ, കരലാത്ത ഇനങ്ങൾ. കരലാത്ത ഇനം കുറച്ച് മതി കേട്ടോ, അങ്ങനെ ഒരു സാമ്പിൾ വെയിറ്റ് കുറവായിരുന്നു, കുറച്ച് മതി. പ്രിയങ്ക, കനക നല്ല വലിപ്പമുള്ള വണ്ടിയാണ്. പിന്നെ മടക്കത്ര, അങ്ങനെ നല്ല നല്ല ഇനങ്ങൾ ആണ് ഗ്രാഫ്റ്റ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇതിൻ്റെ മർപ്പാൻ ഞങ്ങളുടെ അടുത്ത് ഉണ്ട് താനും. നഴ്സറിയുടെ നടത്തിപ്പുകാരനായി മാറി നിന്ന് നോക്കി നടത്തുന്ന സ്വഭാവം തുടക്കം മുതലേ ഇദ്ദേഹത്തിനില്ല. മറ്റാരും ചെയ്യുന്ന ജോലികൾ അവരെക്കാൾ വേഗത്തിൽ ഷാജി ചെയ്യും. ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും എല്ലാം ചെയ്യും. നിർദ്ദേശങ്ങളുമായി തൊഴിലാളികൾക്കിടയിൽ ഓടി നടക്കും. വിത്തു കണ്ടെത്തൽ മുതൽ വിപണി കണ്ടെത്തൽ വരെ കൃഷിരംഗത്ത് ഷാജിക്കറിയാത്ത ഒന്നുമില്ല. നമ്മളെല്ലാ സൈറ്റിലും നമ്മൾ ചെന്ന് നമ്മുടെ മനസ്സിൽ ഭാവിച്ച പറഞ്ഞും ചെയ്താലും നമുക്ക് ആ സംഗതി വിജയിപ്പിക്കാൻ പറ്റില്ല. അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രസ്ഥാനം വിജയിക്കത്തില്ല.
നമുക്കൊരു കാഴ്ചപ്പാടുണ്ടോ, അതെങ്ങനെ ഉണ്ടെന്നാൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഉണ്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനെ ലാഭകരമാക്കണം, എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ ഉൽപ്പാദനം കറക്റ്റാണെന്ന് നോക്കണം. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആരെന്ത് കൊടുത്താലും പേര് എനിക്കല്ലേ വരുക. നമ്മുടെ ലേബലിൽ കൊടുക്കുന്ന സാധനം കറക്റ്റ് അല്ലെങ്കിൽ എവിടെ നിന്ന് മേടിച്ച് ഷാജി എടുത്ത മാതാനേഴ്സറി പറയുന്ന അല്ലേ അതല്ലേ, അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ നമ്മുടെ കണ്ണ് എവിടെയും എപ്പോഴും വേണം. ഈ വാഹനത്തിൽ പണിക്കാരെ കൊണ്ടുപോകാനും തൈകൾ ആവശ്യ സ്ഥലങ്ങളിൽ എത്തിക്കാനുമൊക്കെ ഷാജിക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. ആരുടെയും പിന്നിലല്ല താനെന്ന മനസ്സിന്റെ വിശ്വാസം ഷാജിക്ക് വേഗമേറിയ ജീവിതമാണ് സമ്മാനിച്ചത്. ഓരോരുത്തർക്ക് ഓരോ വൈകല്യങ്ങൾ കൊടുക്കുമ്പോൾ അതിനുള്ള അതിജീവിക്കാനുള്ള കഴിവ് ദൈവം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആരും പക്ഷേ എല്ലാവരും മടിയാകുന്നതല്ലേ. നമ്മൾ പറയും പണിയില്ലെന്ന് എന്തോരം ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ കേരളത്തിൽ ഇപ്പോൾ എന്തോരം അന്യായം നാട്ടിൽ പണിക്കാരുണ്ട്. നമ്മൾ പണിയില്ല നമ്മൾ നട്ടോട് ഓടി അടുത്ത സ്ഥലത്തേക്ക് പോയി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ അന്ന് സ്ഥലം നമ്മുടെ വീട്ടിൽ തന്നെ ഉഴപ്പിരിക്കുന്നത്. നമ്മളെ ചെയ്ത് പഠിക്കുന്നതിന് മോശം സ്വന്തം തോന്നുന്നുണ്ടല്ലേ. ഞാനിപ്പോൾ എന്നാണ് പറ്റുന്ന ഈ തൊഴിൽ എനിക്ക് നാണക്കെടാന്ന് ആവശ്യമില്ല. ഞാൻ എന്താ എൻ്റെ തെറ്റെന്നാ, എനിക്കിങ്ങനെ നടക്കാൻ പറ്റും, ഞാൻ ആരും ചെയ്യുന്നു. അടുത്ത കാലം വരെ മരം കയറാനും തേങ്ങയിടാനുമൊക്കെ ഷാജി മുന്നിലുണ്ടായിരുന്നു. ശരീരഭാരം അല്പം കൂടിയത് കാരണം പഴയ വേഗം ഒന്ന് കുറഞ്ഞെന്നേയുള്ളൂ. ഇപ്പോഴും ഷാജിക്കൊപ്പം പണിയെടുക്കാനുള്ള പണിക്കാർ കുറവാണെന്നതാണ് സത്യം. ഇപ്പോൾ കുറേ വേണ്ടാന്ന് നടക്കാൻ പറ്റും. വേണ്ട ഒരുപാട് ഉപകരണങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പം ബോഡി വെയിറ്റ് വരുന്ന ദിവസം കാലിന് ബെൻഡ് വരുന്നതാണ് കണ്ടമാനം നേരത്തെ നടക്കാൻ പറ്റുന്നില്ല. നേരത്തെ കിലോമീറ്റർ ദൂരം നടക്കുകയാണ്. എത്ര വലിയ മലയെല്ലാം കയറി തെങ്ങല കയറി എല്ലാം മഞ്ഞ് മരത്തെ കൂടെ എല്ലാം പാഞ്ഞ് പിടിച്ച് കയറുമായിരുന്നു. ഈച്ചപ്പെടുത്തൊക്കെ ഭയങ്കര അറിയാം. ഈച്ച കുറേ ഓടിപ്പെടുത്തത് ഭയങ്കര രസമാണ്. ഇപ്പം അതിനൊക്കെ സി ഡി ആണെന്ന് വിചാരിക്കുക. നമ്മളതിനാണ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാൻ വേണ്ടി അതുപോലെ ആ ഒരു സ്പീഡ് നമുക്ക് മൂവ്മെൻറ്റ് ആർക്കും കിട്ടില്ല. ആ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സ്വന്തമായി 5 ഏക്കർ ഭൂമിയാണുള്ളത്. ജൈവ രീതിയിലുള്ള സമ്മിശ്ര കൃഷിയാണ് നടത്തുന്നത്. തെങ്ങും കവുങ്ങും കൊക്കോയുമൊക്കെ ആദായം നൽകുന്നു. മാവും പ്ലാവും കശുമാവും മധുരത്തോടൊപ്പം പണവും കൊണ്ടുവരുന്നു. വാഴയും ചേനയും കാച്ചിലും മരച്ചീനിയും വേറെ. സുഗന്ധവിളകളും ഔഷധ ചെടികളുമൊക്കെയായി സമ്പന്നമാണ് ഈ കൃഷിയിടം. ഒരൊറ്റ വിളയെ കണ്ണുമടച്ച് വിശ്വസിച്ച് കൃഷി ചെയ്യാൻ പാടില്ലെന്ന വലിയ പാഠമാണ് ഷാജി പഠിച്ചത്. ഞങ്ങളുടെ കൃഷി മിക്സഡാണ്, റബ്ബർ കുറവാണ്. അപ്പോൾ എല്ലാം കൂടെ കൂടി. അപ്പം ഞാനിപ്പം അന്ന് ഞാൻ ചെയ്ത കൃഷി ഇപ്പം എനിക്ക് നല്ലതാന്ന് തോന്നാൻ കാര്യം ഒന്നിനല്ലെങ്കിൽ ഒന്നിനിപ്പം മെച്ചമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ റബ്ബറിന് വെല്ലാം എല്ലാവരും നട്ടോട് ഓടിക്കണം കേൾക്കുമ്പം ഞാൻ കശുവണ്ടിയുണ്ട്, കുറച്ച് കുരുമുളകുണ്ട്, തേങ്ങയുണ്ട്, അതുകൊണ്ട് കൊക്കോയുണ്ട്, എല്ലാ കൂട്ടമുണ്ട്, ജാതി ഗ്രാമ്പു എല്ലാം ഉണ്ട്. അപ്പം അത്യാവശ്യം ജീവിച്ചു പോവാം, കുഴപ്പമില്ല. കൃഷിയിൽ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നല്ല കർഷകന് പുതുമകളോടും പുതിയ ഇനം ചെടികളോടുമുള്ള പ്രണയം എപ്പോഴും ഉണ്ടാകണമെന്നതിൻ്റെ ഉദാഹരണമാണ് ഷാജി. ആദായം മാത്രം ലക്ഷ്യമിട്ടുള്ള കൃഷിരീതിക്ക് ഷാജി നിൽക്കില്ല. ചെറിയ കൗതുകങ്ങളുമില്ലെങ്കിൽ പിന്നെ കൃഷിയിടത്തിൽ എന്ത് രസമെന്ന് അദ്ദേഹം ചോദിക്കും. എന്ത് കണ്ടാലും ഞങ്ങൾ കൊണ്ടുവച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു സംഭവം ഞങ്ങൾക്കാണ്. എന്ത് കണ്ടാലും കൊണ്ടുപോയി വെക്കുക. അത് കായ്ക്കില്ല എന്നല്ല. അങ്ങനെ ഉദ്രാക്ഷത്തെപ്പറ്റി കേട്ടു. ഉദ്രാക്ഷമുണ്ട്, ഉദ്രാക്ഷം ചെറുത് ഭദ്രാക്ഷത്തിന് വേറെ സാധനമുണ്ട്. പക്ഷെ അത് കുഞ്ഞു കായ, ചെറിയ കായ. ഇത് വലിയ നല്ല ഇത്രച്ചം വലിപ്പമുള്ള മുഴുത്ത കായ. ഇത് ഞങ്ങൾ നേഴ്സറി സാധനങ്ങൾ ഉദ്രാക്ഷം ഉണ്ടെന്ന് കൊണ്ടുവച്ച് നോക്കി ഒരു 2 വർഷം നിറച്ച് കായ്ച്ചു. അപ്പോൾ ഭയങ്കര അത്ഭുതം. എല്ലാവരും ഉദ്രാക്ഷം കായ്ക്കുകയെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളിവിടെ കൊലകുത്തി കായ്ക്കാന്ന് വേണമെങ്കിൽ പറയും. അതുപോലെ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഒരു 3-4 ചാക്ക് തന്നെ ഞങ്ങളങ്ങനെ ഉണങ്ങി ശേഖരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് വില കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. ഹൈടെക് കൃഷിരീതികൾ തുടങ്ങുന്ന കാലത്ത് തന്നെ ഷാജിയും അതിനൊപ്പം കൂടി. നഴ്സറിയുടെ ഒരു ഭാഗത്തുണ്ടാക്കിയ പോളി ഹൗസ് വിജയകരമായി തുടരുന്നു. പോളി ഹൗസിൽ കൃഷി ചെയ്യുന്നതിന് വിപണിയുടെ സ്വഭാവം മനസ്സിലാക്കി ഷാജി ഒരു കലണ്ടറും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ 3-4 ഇനം കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ഏറ്റവും കൂടുതൽ ലാഭമുള്ള പയർ, കക്കിരി, ചീര. സ്വയം പരാഗണ കൃഷികൾ മാത്രമേ അത് വെക്കാൻ പറ്റുള്ളൂ. അത് ഈ സമയങ്ങളിൽ ഓപ്പണിൽ എല്ലായിടത്തും ഇഷ്ടംപോലെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം മാർക്കറ്റ് കുറച്ച് കുറയും. ശരാശരി 40 രൂപ മേലെങ്കിലും ഇതിനകത്തുള്ള സാധനങ്ങൾക്ക് വില കിട്ടിയാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കൃഷി ലാഭകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് ചിലവുണ്ടാവും. പയർ പറിക്കലും ഇതിനകത്ത് ജൈവകൃഷിയാണ്, വളപ്രയോഗം, കാര്യങ്ങളൊക്കെ ഒരുപാട് ചിലവ് വരും. അപ്പോൾ ഇനി വെച്ചാൽ നമ്മൾ 2 മാസം ഇട്ടിട്ടാകുമ്പം ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കും കാ പറിക്കാൻ പാത്രം കിട്ടും. അപ്പോൾ എല്ലാവരുടെയും കായെല്ലാം തീർന്ന് മഴ പെയ്തെല്ലാം കൂടെ കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ സാധനം മാർക്കറ്റിലെത്തുമ്പോൾ 40 രൂപ എന്നല്ല 50 രൂപ 60 രൂപ കിട്ടും. അങ്ങനെ ഒരു 3 കൃഷി വരേക്ക് അത് അങ്ങനെ ചെയ്യണം. കൃഷിയിടത്തിൽ 3 പതിറ്റാണ്ട് പിന്നിടുന്ന ഷാജി ഇന്ന് കൃഷിയെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന അധ്യാപക തുല്യനാണ്. 6 സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ബഹുമതികൾ ഈ കാർഷിക മികവിനെ തേടി വന്നു. സംസ്ഥാന സർക്കാരിന്റെ കർഷകോത്തമയും ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ കർഷക തിലകം ഉൾപ്പെടെ. ന്യൂസിലൻഡിൽ സന്ദർശനം നടത്തിയപ്പോൾ ആധുനിക കൃഷി അടുത്തു കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെയുള്ള
പുതുരംഗങ്ങളിൽ ശോഭിക്കാൻ ആ അനുഭവങ്ങളും സഹായിച്ചു. പൂന്തോട്ടങ്ങൾ രൂപകൽപ്പന ചെയ്ത് ഒരുക്കി കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് ഹരമാണ്. ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ കരാർ അനുസരിച്ച് പൂന്തോട്ടവും പച്ചപ്പും ഒരുക്കി നൽകുന്നത് ആദായം നൽകുന്ന ബിസിനസ്സുമാണ്. സ്വന്തം തൈകളും നടീൽ വസ്തുക്കളും ഉപയോഗിക്കുന്നതിൻ്റെ ആനുകൂല്യവുമുണ്ട്. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഞങ്ങൾ പുതിയ കണ്ടുപിടിക്കും. പിന്നെ ഞങ്ങൾ പണ്ട് തുടങ്ങി കൃഷിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് സംഗതി ഒന്ന് ഒരു പ്രാവശ്യം കണ്ടാൽ മതി. ആ ഡിസൈൻ നമ്മൾ അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ ചെയ്തുള്ള നമുക്ക് കൂടുതൽ പ്രാക്ടീസ് പറയുന്നേക്കാൾ കൂടുതൽ ഏത് സംഗതി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പരിചയം നമ്മൾ ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നുമുണ്ട്. അതായത് ഇരുന്ന് ചെയ്യിക്കൽ മാത്രമല്ല. അപ്പോൾ നമ്മൾ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ചെയ്യിക്കാൻ പ്രയാസമില്ല. നമുക്ക് ശരിക്കും ഐഡിയ അറിയാമെങ്കിൽ ഒരു പ്രശ്നമില്ല. കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയും. ദീർഘകാലത്തേക്ക് ആസൂത്രണം ചെയ്തുള്ള കൃഷിയാണ് ഷാജിയുടേത്. മറ്റു കർഷകരോട് ഷാജി ഉപദേശിക്കുന്നതും അതുതന്നെ. പെട്ടെന്നുള്ള വിപണി ചാഞ്ചാട്ടങ്ങളിൽ ഭ്രമിക്കരുതെന്നും ഷാജി പറയും. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ വിചാരിച്ചാൽ വിലയുണ്ടെങ്കിൽ അതിനെ മാത്രം അതിൻ്റെ പുറകെ മാത്രം പായുക, വിലയില്ലാതെ മുറിച്ച് കളയുക. ആ സംഭവത്തോട് എനിക്ക് പണ്ട് കാലം ഞാൻ കൃഷി ഇറങ്ങിയപ്പോൾ ഞാൻ എല്ലാവരും പറയും, ഒന്നല്ലെങ്കിൽ ഒന്ന് ചെയ്യുക. ഒരു വില കുറഞ്ഞ് നിൽക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രതീക്ഷിക്കാം വില കൂടും. ഇപ്പോൾ റബ്ബറിന് വില കുറയും വില എന്നാ കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പേടിക്കണം. രണ്ടു കൊല്ലത്തിന് മാറ്റം വരും. 2 വർഷം മുമ്പ് നമുക്ക് നമ്മുടെ തേങ്ങയുടെ വില കണ്ടില്ലേ, കുരുമുളകിൻ്റെ വില കണ്ടില്ലേ. ഈ വീടിന് ചുറ്റും ഷാജിക്കൊപ്പം നടന്നാൽ പലയിടങ്ങളിൽ നിന്ന് പല കാലങ്ങളിലായി ഷാജി ശേഖരിച്ച സസ്യവൈവിധ്യത്തിൻ്റെ സൗന്ദര്യം കാണാം. അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനും തൈകൾ എത്തിക്കുന്നതിനും സന്തോഷമേ ഉള്ളൂ. അല്ല, അപൂർവമായ കരുത്താമര എന്ന് പറയും. താമരപ്പൂ കരുത്താങ്ങണം, മാസങ്ങളോളം നിൽക്കും. എത്ര വളരുമെന്നറിയാത്. ഭയങ്കര പോയതാ. ആ ഏലം പോലത്തെ സാധനം എടുക്കണ്ടോ? ആ ഏലം പോലത്തെ സാധനത്തിന് അടി നോക്കിയണ്ടോ? എന്നാ കളറാണ്. എത്ര മാസം, 2-3 മാസം പൂ നിൽക്കും. ഈ ഗ്രാസിൻ്റെ പ്രത്യേകത വെച്ചാൽ സാധാരണ ഗ്രാസുകൾ നമ്മൾ വലുതായി മുറിച്ച് ഇത് ആക്കണം. സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വളരത്തുള്ളൂ. ഈ ഗ്രാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തണലിൽ വളരും. മുറിക്കേണ്ട, ഇതുപോലെ തന്നെ എപ്പോഴും നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് മെയിൻ്റനൻസും കാര്യങ്ങളും കുറഞ്ഞ് കിട്ടും. നല്ല ഗ്രീനാണ് ഞാൻ. ആദ്യ കാഴ്ചയിൽ ഷാജിയോട് ആർക്കെങ്കിലും സഹതാപം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാറി അസൂയയായിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഉള്ളിലെ കഴിവുകൾ മൂടിവെച്ച് മടിപിടിച്ചിരിക്കരുതേ എന്ന് മാത്രമാണ് ഷാജിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. ഭൂമിയുടെ പച്ചപ്പും നമ്മുടെ ആരോഗ്യവും കാത്തുസൂക്ഷിക്കാൻ ചെറിയ പരിമിതികളെയും പ്രയാസങ്ങളെയും മറയാക്കുന്നവർക്ക് മാപ്പ് നൽകാൻ കഴിയില്ല. ചിലരിങ്ങനെ രാവിലെ നടക്കാൻ വേണ്ടി ഇങ്ങനെ പോകും, എക്സസൈസ് ചെയ്യാൻ വേണ്ടി. ഓഫീസിൽ പോയിരിക്കും. ഞാൻ പറയും, നമുക്ക് സ്വന്തം പറമ്പുണ്ടെങ്കിൽ ഒരു 10 തെങ്ങ് ഉണ്ടെങ്കിൽ ആ രാവിലെ ഒരു തെങ്ങിനെ ഇളക്കുവാണെങ്കിൽ 2 ഗുണമായി. എന്താ, നമ്മുടെ തേങ്ങ ഉണ്ടാകും, പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ നടപ്പം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ പണിക്കാരൻ്റെ വീട്ടിൽ പോയി ഇന്നൊരു പണിക്കാരെ കൂട്ടണമെങ്കിൽ സെറ്റപ്പ് പോയി ആളെ പോയി കൂട്ടി പൈസ കൊടുത്ത് താങ്ങി പിടിച്ചിരിക്കണം. ആ താങ്ങേണ്ട ആവശ്യം നമുക്ക് ശരിക്കില്ല. നമ്മളെ സ്വയം ചെയ്യാൻ നമുക്ക് സ്വയം സംതൃപ്തിയായി. നമ്മൾ രാവിലെ എക്സസൈസ് ചെയ്യുന്ന ശരീരം വേർക്കാനും വാമിങ് ആകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ ഒരു ചിന്താഗതിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് തൊഴിൽ പ്രശ്നങ്ങൾ നമുക്ക് രക്ഷപ്പെടാം. 3 മക്കളും ഭാര്യ ഷാൻഡിയും നൽകുന്ന പിന്തുണയാണ് ഷാജിയുടെ കരുത്തിൻ്റെ രഹസ്യം. മറ്റാരെക്കാളും മണ്ണിനോട് ഏറ്റവും അടുത്ത് പെരുമാറാൻ കിട്ടിയ അവസരമായാണ് ഷാജി തൻ്റെ ശരീരപ്രകൃതത്തെ കാണുന്നത്. മണ്ണിൽ നിന്ന് കിട്ടുന്ന ആ ഊർജമാണ് കൂടുതൽ വേഗത്തിൽ പായാൻ ഷാജിയെ സഹായിക്കുന്നത്. ഷാജി മാത്യുവുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വിലാസം ശ്രദ്ധിക്കുക. ഷാജി മാത്യു, വാണിയക്കിഴക്കേൽ, മണിപ്പാറ PO, കോട്ടപ്പാറ, കണ്ണൂർ. ഫോൺ നമ്പർ 944 76 84 986. നമ്പർ ഒരിക്കൽ കൂടി 944 76 84 986. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ച മുൻപ് പരിചയപ്പെടുത്തിയ കർഷകരെ പറ്റിയുള്ള മുൻ എപ്പിസോഡുകൾ manoramanews.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.